നിങ്ങൾക്ക് അറിയാവുന്ന മരുന്നുകളുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഉണക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അച്ചാറിട്ട് വെക്കാം. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലാണ്. ശ്വാസം പോലും വിടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഓട്ടപ്പാച്ചിൽ. പിന്നെ ആ ഒരു അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരം പുലർന്നു കഴിയുമ്പോഴാണല്ലേ. സാധാരണ സ്കൂൾ തുറന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലുള്ള ദിവസമല്ല. ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഗുഡ് മോർണിംഗ്. നമുക്ക് പുതിയ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ദാ ഞാൻ ഒരു ഗ്ലാസ് കട്ടനൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ പൊടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അണ്ണന് ജോലിയില്ല. പിന്നെ പാർത്ഥമോന് സ്കൂളിൽ പോകണ്ട, ട്യൂഷന് പോയാൽ മതി. അങ്ങനെ പിന്നെ അവൻ കുളിയിൽ നിന്ന് നനയൊക്കെ കഴിഞ്ഞ് ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊതുവേ നമുക്ക് രാവിലെ മുറ്റം അടിച്ച് വരാനുള്ള ഒരു ടൈം കിട്ടാറില്ല. ഞാൻ എല്ലാ ദിവസവും വൈകിട്ടാണ് മുറ്റം അടിച്ച് വരുന്നത്. എൻ്റെ പല വീഡിയോയ്ക്കകത്ത് നിങ്ങൾ അങ്ങനെ കാണാറുള്ളതാണല്ലോ. ഇന്നിപ്പം ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ കരുതി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് നമുക്ക് പതുക്കെ കൊണ്ട് നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് അടുക്കളയിലേക്ക് കടക്കാം എന്ന് കരുതി. അതുകൊണ്ടാണ് രാവിലെ തന്നെ മുറ്റം അടിച്ച് വാരി ഒരു പോസിറ്റീവായിട്ടൊക്കെ തുടങ്ങാമെന്ന് കരുതിയത്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ മുറ്റം അടിച്ച് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ രാവിലെ ഉണരുന്നത് തന്നെ അടുക്കളയിൽ കയറിയാണ്. കണ്ണ് തുറക്കുമ്പോഴേ പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറുകയാണ്. പിന്നെ നമുക്ക് എപ്പോഴാണ് മുറ്റമടിക്കാൻ സമയം കിട്ടുന്നതല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ മുറ്റമടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കതാ ചോറ് വെക്കാനായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമുക്ക് അരി കഴുകിയിടണം. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പടി പോലെ ചെയ്യണം. പിന്നെ ദാ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ അലസത കാരണമായിരിക്കണം നമ്മൾ എൻ്റെ അടുക്കള ഇങ്ങനെ വരുന്നതല്ല. പക്ഷേ എന്തോ മഴയൊക്കെ കാരണം മടി, മനുഷ്യനല്ലേ, എപ്പോഴും ഒരേ പോണൊക്കെ ആയിരിക്കത്തില്ലല്ലോ മൈൻഡ് പോകുന്നത്. അപ്പം ഞാനും കുറച്ച് മടിയായി പോയി. പിന്നെ അതിന് ശേഷം നമുക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് അരിയണം. അത് കോവയ്ക്കയാണ് കേട്ടോ. ഞാൻ കോവയ്ക്ക മെഴുക്ക് വരട്ടാമെന്ന് കരുതി. പിന്നെ ഇവിടെ നമ്മൾ കൊല്ലം സ്റ്റൈലൊരു സാമ്പാറും അല്ല തീയലും അല്ലാത്ത രീതിയിലുള്ളൊരു കറി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മുളക് തീയലെന്ന് പറയും. അതിനായിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ അതാ കുക്കറിനകത്ത് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തൊമരയും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുമായിരിക്കും എനിക്ക് പിന്നെ ഒരു സാമ്പാറെന്ന് പറഞ്ഞാൽ പോരെയെന്ന്. ഇല്ലടാ, ഈ കറി കൂട്ടുമ്പോൾ സാമ്പാറിൻ്റെ മണവും സാമ്പാറിൻ്റെ ടേസ്റ്റും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞൊരു മുളക് തീയലെന്ന്. പിന്നെ നമ്മുടെ കോവയ്ക്ക അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ മാറ്റി വെച്ചു. മുളക് തീയലിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കഷ്ണങ്ങൾ വേവിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി ചൂടാക്കും. ചൂടാക്കിയതിന് ശേഷം ഈ കഷ്ണങ്ങൾ വേവിക്കുന്ന കഷ്ണത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടായിരിക്കും വേവിക്കുന്നത്. ഈ വെന്ത കഷ്ണങ്ങളും വെള്ളവും കൂടി ഈ പൊടിക്കകത്ത് തട്ടിയിടും. എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് പുളിവെള്ളം തോനെ വെക്കും കേട്ടോ. എന്നിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് ഉപ്പൊക്കെ നോക്കി അങ്ങനെ എടുക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷെ അതിനൊരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റും മണവും വരത്തില്ല കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. നമുക്കത് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആവട്ടെ. മെഴുക്ക് പുരട്ടി വെക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയില്ല, അതിന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ മെഴുക്ക് പുരട്ടിക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടാറുണ്ട്. നമുക്കിവിടെ കൊത്തുമുളക് ഉണ്ടാക്കിയത് തീർന്നത് കൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എരിക്ക് വേണ്ടി ഇവിടെ കറിക്ക് എരി വേണം. എനിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം എരി കുറവ് വേണ്ടത്. പാർത്ഥമോനും എല്ലാവർക്കും ഇപ്പം എരി വേണം നല്ലതുപോലെ. അങ്ങനെ പിന്നെ നമുക്കിതാ ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ഒക്കെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്താണെന്നറിയാമോ, ഇത് നമ്മുടെ പുളി ഉണ്ടല്ലോ, ഇരുമ്പ് പുളി, അത് ഉണങ്ങിയതാണേ. അച്ചാറിട്ട് വെക്കാം. ഇപ്പം മഴയല്ലേ, ഇനിയിപ്പം ഇപ്പോഴൊന്നും പുളിയും പിടിക്കത്തില്ല. പുളിയുടെ സീസണും കഴിഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ ഉണക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അച്ചാറിട്ട് വെക്കാം. അപ്പം നമുക്ക് അച്ചാറിടാം. അതിന് മുമ്പായിട്ട് കട്ടനൊക്കെ കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് അച്ചാറിടാം. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല മഴയായിരുന്നു ഇവിടെ. നിങ്ങൾക്ക് മഴ ഉണ്ടായിരുന്നല്ലോ? ഹായ്, ഇത് വൈകുന്നേരത്തെ കട്ടനാണ് കേട്ടോ. നിങ്ങൾ ചായ കുടിച്ചോ? ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം എന്ന് കരുതി കൂടെ വന്നിരുന്നതാണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. എപ്പോഴും ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ അല്ലേ തരുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോക്കകത്ത് ഞാൻ ഡയറക്റ്റായിട്ട് നിങ്ങളോടൊന്ന് സംസാരിച്ചാലോ എന്ന് തോന്നി.
പിന്നെ നിങ്ങളൊക്കെ അവിടെയൊക്കെ ഈ മഴ ആയതുകൊണ്ട് ചെറിയ ചെറിയ കണ്ണീച്ചകളും പിന്നെ ഈച്ച ശല്യവും ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും മരുന്നുകളുണ്ടെങ്കിൽ, പൊടിക്കൈകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന മരുന്നുകളുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്റെ വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ ഏത് ജില്ലയിൽ നിന്നാ കാണുന്നതെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടൊക്കെയുള്ള ആൾക്കാരാണ് എന്നെ കാണുന്നത്, എന്നെ കേട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ലേ. എന്താന്ന് വെച്ചാ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷം. അപ്പൊ ഈ 3 വർഷം കൊണ്ട് എനിക്ക് 2438 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വ്യൂസ് എന്ന് പറയാനാണെങ്കിൽ എന്റെ വീഡിയോസ് തീരെ വ്യൂസ് അങ്ങനെ നമുക്ക് പറയത്തക്ക രീതിയിലില്ല. ഒരു 40-50 വ്യൂസേ ഉള്ളൂ. എന്ന് കരുതി ഞാൻ ഈ യൂട്യൂബിലുള്ള യാത്ര ഞാൻ അവസാനിപ്പിക്കുന്നത് നിങ്ങളാരും കണ്ടല്ല. എന്നെ ഈ 50 പേര് കേൾക്കുന്നുണ്ടല്ലോ, കേട്ടിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ വെറും ഒരു വ്യൂസിന് വേണ്ടി മാത്രമായിട്ട് തുടങ്ങിയതല്ല ഈ ഒരു യൂട്യൂബ് ചാനല്. എന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ എന്റെ മെമ്മറീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനൊരു സ്ഥലം, അതിനുവേണ്ടിയും കൂടെയാണ് എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. തുടങ്ങാൻ പറ്റിയ സാഹചര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൻ ട്രാജഡിയായിരുന്നു. അതൊന്നും നമുക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അത് ഇപ്പൊ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു മനസ്സിനെന്താ എന്തോ എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് കരുതി തുടങ്ങി. ഇപ്പൊ എനിക്കിത് നിർത്താൻ തോന്നുന്നില്ല. ഇപ്പൊ എനിക്കൊരു ഭയങ്കര ഒരു പ്രാന്തായിരുന്നു. ഒരു ദിവസം വീഡിയോ എടുത്തില്ലെങ്കിലുണ്ടല്ലോ എന്തോ പോലെ എനിക്ക്. ചില ദിവസങ്ങളിൽ മടിയൊക്കെ വരും, അത് ശരിയാ. പക്ഷെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് മൂടല്ലെങ്കിൽ കഴിക്കത്തില്ലല്ലോ. ചില ദിവസങ്ങളിലൊക്കെ മടിയൊക്കെ വരും. ആ മടിയൊന്നും ചില ദിവസങ്ങളിൽ കാണത്തില്ല. ഇന്നിപ്പം മടിയായിട്ടിരിക്കുവാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ കുറിച്ചു വീഡിയോ എടുക്കേണ്ടതായിരുന്നു, ഞാൻ എന്തിനാ മടിയെടുത്തിരുന്നേന്നൊക്കെ. അങ്ങനെയൊക്കെ ആണ് എന്റെ യൂട്യൂബ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലും മനോഹരമായിട്ടുള്ള, എന്നാൽ കഴിയുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും. ഇനി എന്നെ കേൾക്കുന്ന 50 പേരോട് ഞാൻ എന്റെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. വീണ്ടും ഞാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെന്താടാ, ഉഴുന്നുവടയാ ഉഴുന്നുവട. നിങ്ങള് കാപ്പിയുടെ കൂടെ വൈകിട്ടത്തെ ചായയുടെ കൂടെ എന്തുവായിരുന്നു നിങ്ങൾക്ക് കഴി? ഇന്നങ്ങനെ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. പൊതുവെ മഴയായി കഴിഞ്ഞാൽ മടിയല്ലേ, ഉറക്കമായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മഴയുടെ ശബ്ദമൊക്കെ കേട്ടിങ്ങനെ കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ ഉറക്കമായിരുന്നു. പിന്നെന്താ ചായ കുടിക്കട്ടെ കേട്ടോ. എന്നും ഇതേപോലെ എന്റെ വീഡിയോസിന്റെ ഇടയ്ക്ക് നിങ്ങളായിട്ട് കുറച്ചേരം സംസാരിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ജില്ല എവിടാണെന്നും പിന്നെ എന്താണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഈ ചെറിയ ചെറിയ കണ്ണീച്ചകളും വെള്ളിയീച്ചകളും ഒക്കെ ഉണ്ടോന്ന് ശല്യം ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള പൊടിക്കൈകൾ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമന്റ് ചെയ്യാനായിട്ടാ. അപ്പം നമുക്ക് അച്ചാറിലേക്ക് കിടക്കാം. അച്ചാർ ഞാൻ നല്ലെണ്ണയ്ക്കകത്താണ് അച്ചാറിടുന്നത് കേട്ടോ. നല്ലെണ്ണയ്ക്കകത്താകുമ്പോൾ കുറച്ച് നാൾ ഇരിക്കും. പക്ഷേ എന്നാലും നമ്മുടെ വീട്ടിൽ അച്ചാറിടുന്നത് മാത്രം കാണാൻ ടിന്ന് കാലിയാവുന്നതും അറിയത്തുള്ളൂ. നല്ലെണ്ണയ്ക്കകത്തിട്ടാലും വെളിച്ചെണ്ണയ്ക്കകത്തിട്ടാലും. നമ്മളുടെ മുറ്റത്ത് ഒരു വലിയൊരു മരമുണ്ടല്ലോ, ഇരുമ്പിപ്പുളിയുടെ മരം. അതിലാണെങ്കിൽ നിറച്ച് പുളി ഉണ്ടാവുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പല വീഡിയോയ്ക്കകത്തും അതിനകത്ത് നിന്ന് ഞാൻ പിച്ചി ഉണക്കിയതാണ്. എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഉണക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഉണക്കി സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ്, വെയിലുള്ള സമയത്ത് ഉണക്ക സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമുക്ക് മഴയായപ്പോൾ എടുത്ത് അച്ചാറിടാൻ പറ്റിയത് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം എല്ലാ വീടുകളിലും കാണുന്ന ഒരു കലാരൂപമായിരിക്കും അല്ലേ. പാത്തമ്മൻ്റെ റൂം നിറച്ച് അശ കെട്ടിയിട്ടുണ്ട്. തുണിയൊക്കെ അപ്പുറത്തെ ആ ഷെഡിനകത്ത് നിന്ന് വെള്ളം എല്ലായിട്ട് നന്നായിട്ട് തോന്നുന്ന തുണിയെല്ലാം പറക്കി ഇവിടെ കൊണ്ടുവന്നിടും. അപ്പോൾ ഒരു ചെറിയ കാറ്റടി കൊണ്ടാൽ ഉണങ്ങൂടാ. നനഞ്ഞ തുണിയുടെ സ്മെല്ലൊന്നും കാണത്തില്ല കേട്ടോ. വൈകിട്ടായപ്പോൾ കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഡയറി അവസാനിക്കുകയാണ്. അടുത്ത ഒരു ഡയറിയുമായിട്ട് വീണ്ടും കാണാം. Until then, take care and keep smiling. This is Reshma signing off.